ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മളുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത് നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലം പ്രാപിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല, നിങ്ങളൊരുപാട് വിഷമത്തിലാണ്. നിങ്ങൾക്ക് എങ്ങനെ അവരുടെ നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു പിടിക്കണം എന്നറിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ച് വേണം എങ്ങനെ അത് തിരിച്ച് പിടിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ ഇത്ര നാൾ സംസാരിച്ച മണി, മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മറ്റ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയായി നിങ്ങളുടെ മൈൻഡ് സെറ്റും എല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം റിലേഷൻഷിപ്പ് എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്ത് അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്തപ്പം അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനകത്ത് എനിക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ മനസ്സിൽ വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാനും ഇതേ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് അവഗണനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും. അപ്പോൾ ഞാനും ആ ഒരു സ്റ്റേജിലൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്കൊരു ലൈഫിലൊരു പ്രോബ്ലം വരുമ്പോൾ ഞാനെപ്പോഴും ചെയ്യുക അതിൽ ഞാൻ തകർന്നു പോകല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ, അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പഠിച്ചു, ഒരുപാട് ഇതിനെപ്പറ്റി വായിച്ചു. അങ്ങനെ എനിക്ക് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനത് ട്രൈ ചെയ്തു. എനിക്കത് എന്താ പറയുക, ആ പ്രോബ്ലം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അത് തന്നെ എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഈവൻ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർക്ക്, എൻ്റെ കസിൻസിനും, അതേപോലെ എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾക്ക് വരെ പറഞ്ഞു കൊടുക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ലൈഫിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടായി. അവരാഗ്രഹിച്ച പോലെ അവർക്ക് ഒരു ലൈഫ് തിരിച്ചു കിട്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണ്, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ആളായിരിക്കും. അപ്പോൾ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു, നമ്മളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല, നമ്മളെ ഭയങ്കരമായിട്ടും നമ്മളായിരിക്കും അവരുടെ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട്. നമ്മളുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. നമ്മൾ കരഞ്ഞാലും ബെഗ് ചെയ്താലും എന്നെ ഒന്ന് സ്നേഹിക്കൂ, എനിക്കിത്തിരി സമയം തരൂ, എനിക്ക് കുറച്ച് പരിഗണന തരൂ എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചറാണിത്. നമുക്ക് എന്തും ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് വാല്യൂ ഇല്ലാതായിട്ട് മാറും. അത് മനുഷ്യൻ എപ്പോഴും അങ്ങനെ തന്നെ ആണ് അവരുടെ ബേസിക് നേച്ചർ. നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നു, അപ്പോൾ രണ്ടുപേരും ഒരേ സമയത്തായിരിക്കും സ്നേഹിക്കുന്നത്. സ്നേഹിക്കുമ്പോൾ രണ്ടുപേർക്കും ഹോർമോൺസൊക്കെ ഹൈ ലെവലിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അതിലൊരാൾക്ക് അയാളുടെ ദൈനംദിന ലൈഫായിട്ട് അവർ മുന്നോട്ട് പോവുകയും അവർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൻ്റെ തിരക്കുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മറ്റ് സന്തോഷങ്ങൾ, അതായത് ഫ്രണ്ട്സ്, അവർക്ക് ജോബ്, അങ്ങനെ അവർക്ക് ഈ ഹോർമോണിൻ്റെ ആ ഒരു പീക്ക്നെസ് നിലനിർത്താനുള്ള മറ്റു കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാകുമ്പോൾ അവർ ഒബിയസ്ലി ഈ കാര്യം മാത്രമല്ലല്ലോ അവർക്ക് ലൈഫിൽ, അവർക്ക് മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് പിൻവലിയുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ടും വറീഡാവും. അതെന്താ ഇത്ര നാളും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്നെ ഇങ്ങനെ അല്ലല്ലോ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്ന് എന്ത് പറ്റി, എന്താ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ വീണ്ടും സ്നേഹം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ കൂടുതൽ സ്നേഹം അവർക്ക് കൊടുക്കും, കൂടുതൽ സമയം അവർക്ക് കൊടുക്കും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം മാറ്റിവെച്ച്. കാരണം നമ്മളുടെ ലൈഫിൽ അപ്പോഴേക്കും നമ്മൾക്ക് ഈ ഒരു മിസ്സിങ് ഉണ്ടാവുമല്ലോ. അപ്പോഴത്തേക്കും നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈവിട്ട് പോകുന്നു നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കാൻ നോക്കും.
അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ കൂടുതൽ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവർ നമ്മളിൽ നിന്ന് വീണ്ടും അകന്നു പോകാനായിട്ടാണുള്ള സാധ്യത, അകന്നു പോകാനുള്ള ഒരു പ്രവണതയാണ് ഉണ്ടാവുക. അവർ കുറച്ചും കൂടെ അകലും, നമ്മളെ വീണ്ടും പുറകെ പോവും. പിന്നെ നമുക്ക് ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് പിന്നെ സങ്കടം വരും, കരച്ചിൽ വരും, നമ്മൾ കരയും, വഴക്കുണ്ടാക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതാവും. അങ്ങനെ അത് എക്സ്ട്രീം ലെവലിലേക്ക് പോകും. ചിലർ ഡിപ്രഷനിലേക്കാകും, ചിലർ ഭയങ്കര മാനസികമായിട്ട് അവരെ പല രീതിയിലും അതിനെ അഫക്റ്റ് ചെയ്യും. അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഒന്നിനോടും താല്പര്യമില്ലാതെയാവും, അവർ വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോകും. പക്ഷേ ഈ അവരുടെ ആ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾക്ക് അത് ഒന്നും മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത സഫോക്കേഷൻ ആയിരിക്കും ഈ സ്നേഹം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് കുറച്ച് വെള്ളം വേണം, അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നു. അപ്പം അവർക്ക് സന്തോഷമായി, വെള്ളം കിട്ടി. നമ്മൾ ഓക്കെ, അപ്പം നമുക്ക് സന്തോഷമായി, അവർക്ക് സന്തോഷമായല്ലോ. നമ്മൾ കുറച്ചുകൂടെ വെള്ളം കൊടുക്കുന്നു, അവർ ഓക്കെ. പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നു, വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. വെള്ളം കുടിച്ച് ഇയാളുടെ വയറ് പൊട്ടാറ്, ഇയാൾക്ക് മതി. ഇയാൾ എന്നിട്ട് ഈ നമ്മളുടെ അടുത്ത് ഈ വെള്ളം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല, കുറച്ചും കൂടെ വെള്ളം കുടിക്കുക, ഇത്തിരി വെള്ളമല്ലേ ഞാൻ തരുന്നത്, വിഷമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വെള്ളം കൊടുക്കുന്നു. ഇയാൾ അവസാനം നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോന്നു. നമ്മൾ വിടാതെ പുറകെ നടന്ന് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുക. വെള്ളം കാണുമ്പോഴത്തേക്കും ഇയാൾക്കിപ്പോൾ പേടിയാണ്. ഇയാൾക്ക് ആകെ സഫോക്കേഷനാണ്. കാരണം അങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, എങ്ങനെയും ഇതിനകത്തൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരിക്കും അയാൾക്ക് തോന്നും. അതേ സെയിം സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ സ്നേഹം വാരിക്കൂരി കൊടുക്കുമ്പോൾ ആ സ്നേഹം അവർക്ക് ഭയങ്കര സഫോക്കേഷനായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതൽ സ്നേഹം കൊടുക്കുമ്പം അവർ കൂടുതൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതൊരിക്കലും നിങ്ങളുടെ തെറ്റോ നിങ്ങൾ ചെയ്തൊരു മോശം കാര്യമോ ഒന്നുമല്ല. നമ്മൾ ഒരാളെ ലൈഫിൽ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും മനോഹരമായ കാര്യമാണ്. അത്രയ്ക്കും മനസ്സിൽ നന്മയും പരിശുദ്ധിയുമുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരാളെ അത്രയും ആത്മാർത്ഥമായും അത്രയും ആഴത്തിലും ഈവൻ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങളെ വേദനിപ്പിച്ചിട്ടും അവരെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ അത്രയ്ക്കും നല്ല മനസ്സുള്ള ഒരു ആളായതുകൊണ്ടാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല. അവർക്ക് അതിൻ്റെ നന്മയൊന്നും മനസ്സിലാകാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്വാസം മുട്ടുകയാണ്. അവർക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരു ഫീലാണ് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ തെറ്റായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുറവുണ്ടായിട്ടൊന്നുമല്ല. ഈ ലോകത്തിൻ്റെ 99% ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. അത് നിങ്ങളുടെ അമ്മമാരോടോ അച്ഛന്മാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻറ്റ്സ് അങ്കിൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും. എല്ലാവരുടെ റിലേഷൻഷിപ്പിലും ഈ ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജ് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കൊണ്ടൊന്നുമല്ല. ഈവൻ നിങ്ങൾ ഒരുപാട് ന്യൂസിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ഹസ്ബൻഡ്സ് വരെ ഇതേ രീതിയിൽ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. അവരെ ഒട്ടും വാല്യൂ ഇല്ലാത്ത രീതിയിൽ, അവരെ ഒരു വിലയില്ലാത്ത രീതിയിലും, അവരുടെ അടുത്ത് ഒരു സ്നേഹമില്ലാത്ത രീതിയിലും ഒക്കെ ബിഹേവ് ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസ്, അവരുടെ ഹസ്ബൻഡ്സ് അല്ലെ വൈഫ്സൊക്കെ നമ്മൾ പല ന്യൂസിൽ നമ്മൾ കാണുന്ന. അവർക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പം ലോകസുന്ദരികളായ ആൾക്കാർക്ക് വരെ ഈ എക്സ്പീരിയൻസ് അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ലൈഫിൽ. അപ്പം നിങ്ങളുടെ കുറവോ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ മോശമായതുകൊണ്ടോ അല്ല നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ദിസ് ഈസ് എ യൂണിവേഴ്സൽ തിങ്. ഇത് മനുഷ്യൻ്റെ ബേസിക് നേച്ചറാണ്. അവന് എന്ത് അധികമായി കിട്ടിയാലും അതിനെ മടുക്കും. ഇപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, ഒരു കാര്യം നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് അതിനെ എടുത്ത് നമ്മൾ ഷോക്കേസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനോട് വാല്യൂ ഇല്ലാതായി മാറും. അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ തെറ്റോ അവരുടെ തെറ്റോ ഒന്നുമല്ല. ഇനി ഇതിനെ എങ്ങനെ മറികടക്കാം, എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് നിങ്ങളുടെ വിൽ പവറും മനസാന്നിധ്യം അത് ഭയങ്കര അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ചിലപ്പം കുറേ എഫേർട്ട് ഇടേണ്ടി വരും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തേണ്ട പല സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരാൾ നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അതിനുള്ള ഒരു അവസരം കൊടുക്കണം.
അതാണ് ബേസിക് കാര്യം. അതായത് നിങ്ങളുടെ ചെറിയ ചെറിയ കോൾസ്, നിങ്ങളുടെ ചെറിയ പിണക്കങ്ങൾ, നിങ്ങളുടെ ചെറിയ മെസ്സേജസ്, നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ, വിളി, ഇതൊക്കെ അവർക്ക് അവർ വീണ്ടും ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ അവർക്ക് അത് നിഷേധിക്കണം. അത് അവരുടെ ലൈഫിൽ ഇല്ലാതെയാകണം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ലൈഫിൽ ഇല്ലാതാകുമ്പോൾ മാത്രമേ നമ്മൾ അതിന് വാല്യൂ കൊടുക്കത്തുള്ളൂ. അത് ജനറൽ റൂളാണ്, നമുക്കറിയാം അല്ലേ. ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ. ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോഴായിരിക്കും അവരെപ്പറ്റി നല്ലത് പറയുന്നത്. നിങ്ങൾ മരിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ഒരിക്കലും മരണത്തെപ്പറ്റി ആരും ചിന്തിക്കുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്യരുത്. മരിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്, ജീവിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ആബ്സെൻസ് അവരെ ഫീൽ ചെയ്യിക്കണം. അവർ നമ്മളെ മിസ്സ് ചെയ്യാൻ തുടങ്ങണം. അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് സഫോക്കേഷൻ ആണല്ലോ നമ്മളുടെ സ്നേഹം. അതുകൊണ്ട് ആ സ്നേഹം, നമ്മുടെ പ്രസൻസ്, ഇതെല്ലാം അവർക്ക് ഒരു വിലക്കപ്പെട്ട കനിയാക്കി മാറ്റി അവർക്ക് അവിടെ ഒരു വാക്വം നമ്മൾ സൃഷ്ടിക്കണം. ഇത്ര നാളും അവർ നമ്മളുടെ സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ, നമ്മളുടെ ആ ഒരു വാംത്ത് ഓഫ് അവർ ലവ്, അതവർ അനുഭവിച്ചിങ്ങനെ ഹാപ്പി ആയിട്ടൊരു കംഫർട്ടബിൾ സ്റ്റേജിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കരയുമ്പോഴും വിഷമിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഒക്കെ അവർ ഓപ്പോസിറ്റ് വിഷമിക്കുകയാണെന്ന്? ഇല്ല. അവർ ഒരു എന്താ പറയുക, പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു തരം സന്തോഷം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരാൾ നമ്മളെ ചത്ത് കടന്ന് സ്നേഹിക്കുക, നമുക്ക് വേണ്ടി കരയുക, അതൊക്കെ നമ്മൾ അത്ര വാല്യൂ ഉള്ളത് കൊണ്ടല്ലേ, നമ്മൾ അത്രയ്ക്ക് എന്തോ സംഭവമായതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നി അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നുണ്ടാവും. അവരുടെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പോലെ ആയിരിക്കും ഹൈ ആയിട്ടുണ്ടാവുക. അത്രയ്ക്ക് സെൽഫ് കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും അവർക്ക്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്ര നല്ല മനസ്സുള്ളവരും നമ്മളുടെ മനസ്സ് അത്രയും നൈർമല്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അയാളെ അത്രയും സ്നേഹിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ ഈ സ്നേഹം കിട്ടാനുള്ള വാല്യൂ ഒന്നും അയാൾക്ക് ഉണ്ടാവില്ല. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ സ്നേഹമെല്ലാം പോയി കഴിയുന്നൊരു സ്റ്റേജ്, അയ്യോ ഈ മരങ്ങോടനെയാണോ അല്ലെങ്കിൽ ഈ മണ്ടത്തിനെയാണോ ഞാൻ ഇത്ര നാൾ സ്നേഹിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ സ്നേഹത്തിലുള്ള സമയത്ത് നമുക്ക് അയാളുടെ ഒരു കുറവും കാണാൻ പറ്റത്തില്ല. നമ്മൾ അവരെ അന്ധമായിട്ട് സ്നേഹിക്കും. അവരായിരിക്കും നമ്മളുടെ യൂണിവേഴ്സ്. അങ്ങനെ നമ്മൾ സ്നേഹിക്കും. അപ്പോൾ ഇയാളെന്താ വിചാരിക്കുക, ഇയാളുടെ എന്തോ പ്രത്യേകത കൊണ്ടാണ് നമ്മളിങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് വിചാരിക്കും. അല്ല, നമ്മളുടെ നല്ല മനസ്സും നമ്മളുടെ മനസ്സിൻ്റെ പരിശുദ്ധതയും കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുക. അതവർക്ക് മനസ്സിലാകാൻ പറ്റില്ല. അവർ നമ്മൾ ഈ കരയുമ്പോഴും വിഷമിക്കുമ്പോഴൊക്കെ അവർ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു സന്തോഷം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ റോക്കറ്റ് പോലെ ഹൈ ആവുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സഹതാപം തോന്നുമെന്നോ അവർക്ക് സങ്കടം തോന്നുമെന്നോ അവരെ വിഷമിപ്പിക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ച് നിങ്ങളിനി ഒരാളുടെടുത്തും കരയാനും വെക്കാനും പോരുത്. അവർക്കൊരു വിഷമോ സങ്കടമോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അവർക്ക് ആ സമയത്ത് അവർക്ക് ഹാപ്പിനെസ്സാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആബ്സെൻസ് ക്രിയേറ്റ് ചെയ്യാം. ആബ്സെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രാക്ടിക്കലായിട്ട് പറയാം. ഇപ്പം രണ്ടാൾക്കാർ തമ്മിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനും എൻ്റെ പാർട്ട്ണറും. അപ്പോൾ ഞാനിങ്ങനെ ചത്ത് കടന്ന് സ്നേഹിക്കുക, ഞങ്ങൾക്കിടയിൽ ഈ പ്രശ്നങ്ങളുണ്ട്, ഞാൻ കരയുന്നു, വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു ഒക്കെ ചെയ്യുന്നു. ഇയാൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ എൻ്റെ കോൾസ് എടുക്കാതെയാവും, എന്നെ മൈൻഡ് ചെയ്യത്തില്ല. എന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ എന്നെ വിളിക്കത്തില്ല. അങ്ങനെയുള്ള സ്റ്റേജ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ്, ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങോട്ട് വിളിക്കും, മെസ്സേജ് അയക്കും, എഴുന്നേറ്റോ, ഭക്ഷണം കഴിച്ചോ, എവിടെയാ, എന്നെ ഒന്ന് വിളിക്ക്, എന്നോടൊന്ന് സംസാരിക്കും, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എന്നോടൊന്ന് സംസാരിക്കുമോ, എനിക്ക് ഭയങ്കര വിഷമം വരും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാനീ പറയുന്ന ഒരു എന്താ പറയുന്ന മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഭാഗത്തു നിന്നുള്ള കോണ്ടാക്റ്റ് നമ്മൾ അവസാനിപ്പിക്കും. നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ കോണ്ടാക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നമ്മളായിട്ട് അവരെ വിളിക്കരുത്. അങ്ങനെ അവരെ കോണ്ടാക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അവർ നിങ്ങളെ തിരിച്ച് വിളിച്ചെന്ന് വരില്ല. 1 ദിവസം, 2 ദിവസം, 3, 4 ദിവസം അവർ വിളിക്കാതെ.
ചിലപ്പോൾ ഒരു 5 6 ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞോ അവർക്ക് തോന്നി എന്താ ഇവള് വിളിക്കാത്തേ, അല്ലെങ്കിൽ എന്താ ഇവൻ വിളിക്കാത്തേ, എന്താ പറ്റിയേ. അപ്പം ആ സമയത്ത് നിങ്ങൾ ഫുൾ ഒരു സൈലൻറ്റ് മോഡിലായിരിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യരുത്. വേണേൽ നിങ്ങളുടെ ലാസ്റ്റ് സീനൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചോ, എല്ലാം ഓഫ് ചെയ്ത് നിങ്ങളൊരു സൈലൻറ്റ് മോഡിലിരിക്കുക. ഒരിടത്തും നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നോളജും എവിടെ ഉണ്ടാവരുത്. ഇനിയിപ്പം നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണ്, ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പോയി ചോദിക്കുകയും സംസാരിക്കുക. നിങ്ങൾ സംസാരം വളരെ കുറയ്ക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുക. വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യം മാത്രമേ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടിക്കുകയാണെങ്കിൽ അത് മതി, ഇത് പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവരുടെ സുഖവിവരം അന്വേഷിക്കുകയോ അവർക്ക് നിങ്ങൾ എന്നും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യണ്ട. വളരെ മിനിമലായിട്ട് മാത്രം ഇൻട്രാക്ഷൻ ചെയ്യുക, മിനിമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഒബ്വിയസ്ലി 101% അവർ നിങ്ങളിലുള്ള മാറ്റം അവർ നോട്ടീസ് ചെയ്യും. അവർ എന്താ പറ്റിയെന്ന് അവർക്ക് ഫീൽ ചെയ്യും. ആദ്യത്തെ ഒരു 2-3 ദിവസം അവർക്ക് തോന്നും എന്താണെന്ന് അറിയോ, ആദ്യം അവർക്ക് തോന്നും എന്താ വിളിക്കണില്ലല്ലോ. ആദ്യത്തെ അവർക്ക് തോന്നും എൻ്റെ ദൈവം ഇപ്പോൾ വിളിയൊന്നുമില്ല, സമാധാനമുണ്ട്, ഇപ്പം ഇച്ചിരി മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, ഈ വിളിയും കരച്ചിലും ബഹളവും വഴക്കും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുക അവർ 2-3 ദിവസം. അപ്പോഴും അവരുടെ മനസ്സിലെന്താ, അവൾ അല്ലെങ്കിൽ അവനെ എവിടെ പോകാനാ, അവൾ എന്നിൽ അഡിക്റ്റഡായി കിടക്കല്ലേ, അവൾക്ക് വേറെ ഒരാളെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അവന് വേറെ ആളെപ്പറ്റി ചിന്തിക്കാൻ, ഞാൻ അല്ലാണ്ട് അവൾക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല, പിന്നെ എവിടെ പോകാനാ, ഇവിടെ തന്നെ വരും, 2 ദിവസം പിണങ്ങിയൊക്കെ ഇരിക്കുകയായിരിക്കും, അവിടെ ഇരിക്കട്ടെ തന്നെ വരും എന്നവർ വിചാരിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളെന്താ ഇത്രയും നാൾ നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ വിളിക്കുന്നു, ഉച്ചയ്ക്ക് വിളിക്കുന്നു. ആ പാറ്റേൺ ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്കൊരു 2-3 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ആ പാറ്റേൺ ബ്രേക്കായി കഴിയുമ്പോഴത്തേക്കും ബ്രേക്കായി എന്നവർക്ക് മനസ്സിലാവും. എന്താ ഇവർക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ഇവർക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ നിങ്ങളുടെ ചെറിയ സ്നേഹമുള്ള ആളാണെങ്കിൽ പോലും അവർക്കത് ഫീൽ ചെയ്യും. ഈവൻ നമ്മൾ എന്താ പറയുക, നമ്മളെ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാൾ തന്നെ കുറേ നാൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റി നമ്മൾ ചിന്തിക്കുമല്ലോ. ഈവൻ ഞങ്ങൾ ഓഫീസിലാണെങ്കിൽ പോലും നമുക്ക് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് തരുന്ന ഒരു വ്യക്തിയുണ്ട്. സ്ഥിരമായിട്ട് എല്ലാ മാസവും ഉണ്ടാകും പുള്ളിയുടെ കംപ്ലൈൻറ്റ്. അപ്പം നമ്മൾ കംപ്ലൈൻറ്റ് സെക്ഷനൊക്കെ നമ്മളാണ് നോക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് മാസം പുള്ളിയുടെ കംപ്ലൈൻറ്റ് നമ്മൾ എന്ത് പറ്റി പുള്ളിയുടെ കംപ്ലൈൻറ്റ് വരുന്നില്ലല്ലോ, നമുക്ക് അയാളായിട്ട് നമുക്കൊരു ബന്ധം പോലും, എന്നാൽ പോലും നമുക്ക് അയാളുടെ ഒരു ആബ്സെൻസ് അവിടെ ഫീൽ ചെയ്യും. എന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിക്കും. അതേപോലെ ഇപ്പം നിങ്ങളെ ഒരിക്കൽ സ്നേഹിച്ച ആളാണല്ലോ, ഒബ്വിയസ്ലി അവർ ചിന്തിക്കും. അവർക്ക് എന്തോ സംഭവിച്ചു എന്നവർക്ക് മനസ്സിലാവും. അവർ നിങ്ങളെ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് 2ാമത്തെ സ്റ്റെപ്പ്. കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സന്തോഷമോ ഒരുപാട് സങ്കടമോ ഒന്നും നിങ്ങളുടെ ശബ്ദത്തിലോ പെരുമാറ്റത്തിലോ കാണിക്കരുത്. ഇനി നിങ്ങൾ നേരിട്ടാണ് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ്, എന്ത് പറ്റിയേടി, അല്ലെ എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെ കൂളായിട്ട് കാംനെസ്സാണ് ഇവിടെ നമുക്ക് ഏറ്റവും വേണ്ടത്. കാമായിട്ട് നിങ്ങൾ മറുപടി പറയാം. എന്ത് പറ്റാൻ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാണ്ട് വിശേഷം, സുഖമാണോ, ഫോണിലാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, സുഖമാണോ, എവിടെയാണ് ഇപ്പോൾ, ഓക്കെ ഇവിടെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഓക്കെയാണ്, എന്താ പറ്റിയേ എന്ന് ചെറിയൊരു ചിരിയോടുകൂടി അതിന് മറുപടി കൊടുക്കുക. അപ്പോൾ അവർ പറയാം, അല്ല നീ എന്താ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂടി, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിഞ്ഞ് നടക്കുക. അതിനധികം എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കട്ടെ. നേരിട്ടാണെങ്കിൽ ഇല്ല, ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നീ ഇപ്പോൾ എവിടെയാണ്, സുഖമാണോ, ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം കേട്ടോ, ഞാൻ കുറച്ച് തിരക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഫോൺ കട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, അതേപോലെ നേരിട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം തിരിഞ്ഞ് നടന്ന് പോവാം. പിന്നെ നിങ്ങൾ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വിളിക്കാതിരിക്കുക. അത് തന്നെ ആയിരുന്നല്ലോ അവർ നമ്മളോടും ചെയ്തിരുന്നത്. അവർ നമ്മളെ വിളിച്ചിരുന്നില്ല, നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവർ നമ്മളെ വിളിക്കത്തില്ല. പിന്നെ അവരുടെ കാര്യങ്ങളായിട്ട് അവർ ബിസിയായി. അപ്പം നമ്മളിതുപോലെ അവരെ വിളിക്കാതിരിക്കും. അപ്പോൾ ചിലപ്പം പിറ്റേ ദിവസം അവർ പിന്നെ നീ എന്താ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചില്ല, സോറി ഞാൻ ബിസി ആയിപ്പോയി, ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ബിസി ആയിപ്പോയി, എന്തായിരുന്നു വിളിച്ചേ, ആണോ, ഓക്കെ ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഫോൺ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ എനർജി മൊത്തം നമ്മളിൽ നിന്ന് അവരിലേക്ക് ഷിഫ്റ്റ് ആവും. ഇത്ര നാളും അവരുടെ കോർട്ടിലായിരുന്നു പന്ത്,
ഇപ്പം നമ്മളുടെ കോട്ടിൽ പന്ത് വരും. ഇനി നമ്മൾ അനുഭവിച്ച ആ ഒരു റോളർ കോസ്റ്റർ അവരനുഭവിക്കാൻ തുടങ്ങും. ഇതെന്താ ഇങ്ങനെ, എന്താ ഇവൾക്ക് പറ്റിയ, ഇത്ര നാളും എൻ്റെ മെസ്സേജിനും എൻ്റെ കോൾസിനും വേണ്ടിയിട്ട് കാത്തിരുന്ന ഇപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പോലും ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇത്ര നാൾ ഇവൾക്ക് ഞാനായിരുന്നല്ലോ ഒരു ലോകം, ഇപ്പം എന്താ ഞാൻ വേണ്ടേ അവൾക്ക് ലൈഫിൽ എന്താ സംഭവിച്ചേ എന്നവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ ഇത്ര നാളും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു കൂട്ടിയതൊക്കെ അവരും ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ പതുക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങണം. നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കുറേ പോസ്റ്റുകൾ ഇടുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പുറത്തു പോകുന്ന സന്തോഷമുള്ള പോസ്റ്റുകൾ ഇടുക. ഒരിക്കലും ഈ വിരഹം അല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കും അങ്ങനത്തെയുള്ള പോസ്റ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ എവിടെ ഇടരുത്. ഒന്നാമത് ഈ നമ്മൾ സ്നേഹിക്കുന്ന ആൾ കാണാൻ അയാൾക്ക് നമ്മളെപ്പറ്റി പിന്നെ 0 വിലയായിരിക്കും ഉണ്ടാവുക, ഒരു വാല്യൂ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ നമ്മളെ പരിചയമുള്ള ആൾക്കാരും കാണാം, അവർക്കും നമ്മളെപ്പറ്റി ഒരു വില ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഫുൾ ഹാപ്പിനെസ്, നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പതുക്കെ പോസ്റ്റ് ചെയ്യുക. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് ആകെ കൺഫ്യൂഷനാവും. ഞാനിപ്പോഴോട് സംസാരിക്കും, ഇവളിപ്പോൾ എന്നോട് മിണ്ടുന്നേ പോലുമില്ല, അല്ലെങ്കിൽ ഇവനിപ്പോൾ എന്നോട് മിണ്ടുന്ന പോലുമില്ല, പിന്നെ ഇവൻ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ റൊമാൻറ്റിക് സോങ്സ് ഒക്കെ ഇടുന്നത്, ഇനി ഇവൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നോ, അല്ലെങ്കിൽ ഇവളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നോ എന്നവർക്ക് കൺഫ്യൂഷൻ തോന്നും. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഞാൻ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചതിക്കാൻ നിൽക്കരുത്. ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട്സായ നിങ്ങളുടെ ലൈഫിലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫ്, ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ എ റിലേഷൻഷിപ്പ്, വാക്ക് ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുക റിലേഷൻഷിപ്പിൽ. അതിപ്പം മാരേജ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും പ്രണയമാണെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം മറ്റൊരാളെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഒരാൾ നിൽക്കുമ്പോൾ മറ്റൊരാളെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. പക്ഷേ നമുക്ക് അങ്ങനെ എങ്ങാനും ഉണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവരിൽ വരുത്തിക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ വരുത്തിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടാവും, ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. എന്താ സംഭവിക്കണേ, ഇനി എന്നോടുള്ള സ്നേഹമൊക്കെ പോയോ, ഇവൾക്ക് എന്നെ മതിയായോ, എന്നെ വേണ്ടാണ്ടായോ, അല്ല ഇവനിനി വേറെ വല്ലവരും വന്നോ ലൈഫിൽ, അതാണ് ഇവൻ ഇത്ര ഹാപ്പി, ഞാനില്ലാഞ്ഞിട്ട് ഇവൻ ഇത്ര ഹാപ്പിയോ. അവർ ഫുൾ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങും. അവർ നമ്മളെ തുടച്ചിട്ട് വിളിക്കാൻ തുടങ്ങും, നമുക്കൊന്ന് കണ്ടാലോ മിണ്ടിയാലോ. അപ്പം അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, റിപ്പീറ്റ് ഇറ്റ്. എല്ലാ കാര്യങ്ങളും മിറർ ദെയർ ആക്ഷൻസ്. അവർ ചെയ്ത കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അതേപോലെ വീണ്ടും നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവില്ല, നിങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല. ഐ ആം 100% ഷുവർ ദാറ്റ് നിങ്ങൾ ഒരു കാര്യം പോലും മറന്നിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചങ്ങോട്ടേക്ക് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ടോക്സിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇതിനകത്ത് വേറെ ഒരു വഴിയില്ല. ഇങ്ങനെ ഇത് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പതുക്കെ അതായത് അവർ പറയും നമുക്ക് കാണാമെന്ന് പറയും. ഓക്കെ എന്നാൽ കാണണ്ടേ, അപ്പോൾ നാളെ കാണാം. അന്ന് ഞാൻ കുറച്ച് ബിസി, ഞാൻ ഓൾറെഡി തന്നെ പ്ലാൻ ചെയ്തല്ലോ എന്ന് പറയാം. അതുപോലെ ഇന്ന് വിളിക്കാമെന്ന് പറയുക, അന്ന് വിളിക്കാതിരിക്കുക. അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അയ്യോ എനിക്ക് ഉറക്കം വരുന്നു എന്നുകൊണ്ട് ഉറങ്ങിപ്പോവുക. അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അവർ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് വിളിക്കുമ്പോൾ എന്തിനാണ് ഈ കിടന്ന് വിഷമിക്കുന്നത് സങ്കടപ്പെടുന്നത്, ഒന്ന് ഫോൺ വെച്ചിട്ട് പോവോ എന്നുകൊണ്ട് ഫോൺ വെച്ചിട്ട് പോവുക. ചെയ്തതെല്ലാം തിരിച്ച് ചെയ്യാനുള്ള ഒരവസരമാണിത്. അത് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു 21 to 30 ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത് അത് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, വാട്സപ്പ്, സ്നാപ്ചാറ്റ് എല്ലാത്തിലും പോസ്റ്റ് ചെയ്യുക. പിന്നെ അല്ല നിങ്ങളിപ്പം ബ്യൂട്ടി കെയർ, നിങ്ങൾ കുറച്ച് എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം യൂട്യൂബിലും ഗൂഗിളിലും എല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്യുക. അതനുസരിച്ച് കൂടുതൽ സുന്ദരിയാവുക, അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റഡ് ആവാനുള്ള ചിലപ്പം നല്ല ജ്വല്ലറീസ് അല്ലെങ്കിൽ നല്ല ഔട്ട്ഫിറ്റ്സൊക്കെ നിങ്ങൾക്ക് വേണം ട്രൈ ചെയ്യുക. അതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ കോഴ്സ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി പഠിക്കുക, അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ളത് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ കിട്ടിയെങ്കിൽ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യുക. അല്ലൊരു ജോബിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാം. ഈ ഒരു പീരീഡ് ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത കുറേ സമയമുണ്ടല്ലോ, ആ സമയമെല്ലാം നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഈ 30 ഡേയ്സിൽ ഇവരെ നമ്മുടെ ലൈഫ് അങ്ങോട്ട് മാറ്റി നിർത്തുക. ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ ഇല്ല എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇതൊരു ഫ്രണ്ട് മാത്രമാണ് എന്ന് മനസ്സിൽ ഉറച്ച് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ സമയം മൊത്തം ഇവരെ അവോയ്ഡ് ചെയ്യുക, നമ്മളുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 30 ഡേയ്സ് അല്ലെങ്കിൽ 21 to 30 ഡേയ്സിൽ ഇവർ നിങ്ങളുടെ ആബ്സെൻസ് അത്രത്തോളം ഫീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹവും അട്രാക്ഷനും വീണ്ടും തിരിച്ചു വരും. അങ്ങനെ സ്നേഹവും അട്രാക്ഷനും വീണ്ടും തിരിച്ചു വന്ന് കഴിഞ്ഞാൽ നിങ്ങളെ നേരത്തെ പോലെ അവർ നിങ്ങളെ ബെഗ്ഗി നിങ്ങളുടെ ലൈഫിൽ. പിന്നെ ഓരോരുത്തരുടെയും സ്റ്റോറീസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് അവർ തകർന്നു പോകേണ്ട അവസ്ഥ വരെ ഒന്നും എത്തിക്കേണ്ട. ഓൾമോസ്റ്റ് മാനസാന്തരം വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്റ്റേജിൽ നിങ്ങൾക്കിത് ഓക്കെ അപ്പം പതുക്കെ ഒറ്റയടിക്ക് നിങ്ങൾ നീ സോറി പറഞ്ഞു, എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നില്ല, അതെനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊന്നും പറയരുത്. ഹീ ഷുഡ് ഏൺ യു ഓർ ഷീ ഷുഡ് ഏൺ യു. അതായത് അവർ നിങ്ങളെ അവർ നിങ്ങളെ തിരിച്ച് പിടിക്കാനായിട്ട് അവർ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നിങ്ങളെ തിരിച്ച് കിട്ടാൻ പറ്റൂ എന്ന് അവർക്ക് തോന്നിപ്പിക്കണം. അതായത് അത്രത്തോളം അവർ എഫേർട്സ് ഇട്ടിട്ട് അവർ നിങ്ങളെ തിരിച്ച് പിടിച്ചു എന്നവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു ചെല്ലാൻ. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടുപോയി, എന്നേക്കുമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ അവർ അത്ര എഫേർട്ട് ഇട്ട് തിരിച്ച് പിടിച്ചു. എൻ്റെ ലൈഫിലേക്ക് അവനെ ഞാൻ തിരിച്ച് കൊണ്ടുവന്നു, അവനെ ഞാൻ തിരിച്ച് കൊണ്ടുവന്നു എന്നവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം, സെൽഫ് എസ്റ്റീം, അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനി ഓവർ തിങ്കിങ് ഒഴിവാക്കുക അതിനൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ തൽക്കാലം ഇതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വേറെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് ഈ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ കാണും. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴും ഇതൊക്കെ എപ്പോഴും അവനവൻ്റെ സെൽഫ് റെസ്പെക്റ്റ് മാനിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക, പെരുമാറുക. അവർ നിങ്ങളുടെ അടുത്ത് വിളിക്കാൻ നമുക്ക് ഇന്ന് ഇവിടുന്ന് കാണാമെന്ന് പറയുമ്പോൾ ഉടനെ ഓടിച്ചാടി പോയിട്ട് കാണാൻ നിൽക്കരുത്. നിങ്ങളൊരു ബിസിയായ പേഴ്സണാണ്. നിങ്ങൾ അത്രയ്ക്കും ലോകത്ത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സണാണ്. നിങ്ങളുടെ ഒരു അപ്പോയിൻമെൻറ്റ് ഒരാൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും അവോയ്ഡ് ചെയ്ത് പോയ ഒരാളാണ്, അയാൾക്ക് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്ര ഡിഫിക്കൽട്ടീസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഈസിലി ആക്സസിബിളായ ഒരു കാര്യത്തിനും ഈ ലോകത്തൊന്നിനും വിലയില്ല. ഇപ്പോൾ റോൾസ് റോയ്സ് കാർ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും എല്ലാവർക്കും വാല്യൂ? അത് ഈസിലി ആക്സസിബിൾ അല്ല, അതുകൊണ്ടാണ് അത്രയും വാല്യൂ. പക്ഷേ ഈസിലി ആക്സസിബിളായ ഒന്നിനും ഈ ലോകത്ത് വിലയില്ല. നിങ്ങൾ അത്ര ഈസിലി ആക്സസിബിൾ ആവരുത്, ഓൾവേസ് അവൈലബിൾ ആവരുത്. അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഓടിപ്പോയി റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓടിപ്പോയി റെസ്പോണ്ട് ചെയ്യരുത്. അതായത് ഇപ്പം അവർ നിങ്ങളെ വിളിച്ചു, ഉടനെ ഫോൺ എടുക്കരുത്. ആദ്യം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. സോറി ഐ വാസ് ഇൻ എ മീറ്റിംഗ്, വാട്സാപ്പ് എന്തെങ്കിലും പറഞ്ഞ് റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നേരിട്ടുള്ള ആൾക്കാരാകുമ്പോഴാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി, കാരണം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നാലും അവോയ്ഡ് ചെയ്യാം. എന്നുവെച്ചാൽ അവോയ്ഡ് ചെയ്യാൻ അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യണം, എന്നാൽ അവൾക്ക് എന്നോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്നും അവർക്ക് തോന്നണം. ആ രീതിയിൽ വേണം നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, എന്തായിരുന്നു കാര്യം, എന്നിട്ട് പെട്ടെന്ന് വെക്കുക. നിങ്ങളായിരിക്കണം ഫസ്റ്റ് പേഴ്സൺ. അത് നിങ്ങളുടെ ടാസ്ക്കാണ്. ആദ്യം നിങ്ങളായിരിക്കും വെക്കണ്ടേ. 5 മിനിറ്റിൽ കൂടുതൽ ആ കോൺവെർസേഷൻ പോവരുത്. മാക്സിമം 1 മിനിറ്റ് 1.5 മിനിറ്റിൽ നിങ്ങൾ ടൈം നോക്കി വേണം സംസാരിക്കാൻ. കാരണം നിങ്ങളുടെ ലൈഫ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ട ആളാണിത്. ഇയാൾ നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇത് ജീവിതാവസാനം മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, ലൈഫ് മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇയാളുടെ ഈ സ്വഭാവം എന്തിനാണ് നമ്മൾ സഹിക്കുന്നത്, നമ്മളെന്തിനാ ഇത്രയും സഫർ ചെയ്യേണ്ട ആവശ്യം? ഒന്നെങ്കിൽ ഇതിനെ വേണ്ടെന്ന് വയ്ക്കുക, ഇങ്ങനെ നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഇയാളെ വേണ്ടെന്ന് വയ്ക്കുക, വേറെ ആളെ കണ്ടുപിടിക്കുക. പക്ഷേ അയാളും ഇതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. ഒരു 99% ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം മക്കളുടെ കാര്യമാണെങ്കിലും അങ്ങനെ, നമ്മൾ ഒരുപാട് എല്ലാ കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് വാല്യൂ ഇല്ലാതായി മാറും. കുറച്ച് അങ്ങോട്ട് നിൻ്റെ കാര്യമല്ലേ നീ ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളുടെ പാർട്ടൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു വാക്വം അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്കത് അതിൻ്റെ ഇത് ഫീൽ ചെയ്യും. ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യും, അവർക്ക് നമ്മളെ മിസ് ചെയ്യും. ഈ വിളിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലും. പിന്നെ ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കോൾ റെസ്പോണ്ട് ചെയ്യുന്ന 2 മണിക്കൂറോ 2.5 മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കണം. പിന്നെ 3-3:30 ഒരിക്കലും 7 മണിക്ക് ശേഷം ഇവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യരുത്.
ചോദിച്ചാൽ എന്തെങ്കിലും ബിസിയാണ്, ഓ സോറി ഐ സ്ലെപ്റ്റ്, ഞാനിപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, അതുകൊണ്ട് 8 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങും, എനിക്ക് 8 hours സ്ലീപ്പ് നിർബന്ധമാണ്, 4 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജിമ്മിന് പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എനിക്കൊരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ കുറച്ച് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം. അവർ ആ ഹോൾ നൈറ്റ് നിങ്ങളെ മിസ് ചെയ്യട്ടെ, ഒന്നും സംഭവിക്കാൻ പോവില്ല. നമ്മളുടെ പേടി എന്താണെന്ന് അറിയാം, നമ്മൾ അവരെ മിണ്ടാതിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ മറന്നു ഒരിക്കലുമില്ല. നമ്മൾ ഒരാൾക്ക് അവിടെ സ്പേസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മളെ മിസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമ്പോൾ അവർ നമ്മളെ കൂടുതൽ ഓർക്കുകയും അവർ നമ്മളെ കൂടുതൽ ആഗ്രഹിക്കുകയും ആണ് ചെയ്യുക, കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുക. പക്ഷേ അതിനകത്തൊരു 1% ഓഫ് ആൾക്കാരുണ്ട്, അവർ ചിലപ്പം നമ്മൾ വിളിക്കുകയോ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒട്ടും കോണ്ടാക്റ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. അതിനർത്ഥം അവർ ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്നാണ്. അല്ല, നിങ്ങളെ എപ്പോഴെങ്കിലും ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ഒരാൾക്ക് നിങ്ങളുടെ ആബ്സെൻസ് ഫീൽ ചെയ്യാതിരിക്കത്തില്ല. സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഈ ഒരു ടൈം കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾക്കും കൂടിയുള്ളൊരു ടൈമാണ്, നിങ്ങൾക്കൊരു റിയലൈസേഷനുള്ള ടൈമാണ്. വെദർ ഐ നീഡ് ദിസ് പാർട്ട്ണർ ഇൻ മൈ ലൈഫ് ഓർ നോട്ട്, ഇയാൾ എനിക്ക് വേണോ വേണ്ടയോ. കാരണം ലൈഫ് ലോങ് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കാൻ പറ്റുമോ? ലൈഫ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഒരാളോടുള്ള സ്നേഹം വലുത് തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, അവനവനെ സ്നേഹിക്കുന്നതിനപ്പുറം വേറൊരാളെയും സ്നേഹിക്കേണ്ട. അത് മക്കളാണെങ്കിലും ഞാൻ പറയാം, മക്കളാണെങ്കിലും ഒന്നിനെയും നമ്മളെക്കാൾ അധികം സ്നേഹിക്കാതിരിക്കുക. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ എല്ലാ കുറവുകളോടും എല്ലാ ഗുണങ്ങളോടും കൂടി നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും നമ്മൾ മാത്രം, അത്രത്തോളം ഈ ലോകത്ത് വേറെ ഒരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ മറ്റൊരാളോടുള്ള സ്നേഹത്തിൽ കണ്ണ് മഞ്ഞളിച്ചിട്ട് ജീവിതം കൊണ്ട് നശിപ്പിക്കരുത്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സെൽഫ് റിയലൈസേഷനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ അല്ലെങ്കിൽ അവൾ ആരാണെന്നുള്ളത്. അവർ നിങ്ങളെ എന്തെങ്കിലും സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും 101% അവർ തിരിച്ചു വരും. ഇനി ഒരു 1% ആൾക്കാർ വരാത്ത ആൾക്കാരും ഉണ്ട്. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്, വരാത്ത ആൾക്കാരുമുണ്ട്. അങ്ങനെ വന്നില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവർ നിങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ലെന്നാണ്. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാൾ നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമില്ല. നിങ്ങൾ അവരെ എന്നേക്കായിട്ട് വേണ്ടെന്ന് വയ്ക്കുക. അവരെ ഈ പറഞ്ഞ 30 ദിവസം, നിങ്ങൾക്ക് 21 ദിവസം മതി ഒരാളെ നമുക്ക് മറക്കാൻ. ഈസി ആയിട്ട് നിങ്ങൾക്ക് മറക്കാം. മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ അർഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ തേടി വരാത്തത്. ഗോഡ് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരാളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് തന്നെ കടിച്ച് പിടിച്ച് നിൽക്കുക. നിങ്ങളത് വിടാൻ നിങ്ങൾ റെഡിയല്ല. അത് പിടിച്ച് അതിനകത്തുനിന്ന് കൈ പൊട്ടി മുഖം പൊട്ടി ചോര ഒലിച്ച് സങ്കടപ്പെട്ട് വേദനിച്ച് അവിടെ ജീവിതം നശിപ്പിക്കുക. പക്ഷേ എന്ന് നിങ്ങളത് വെൻ യു ആർ ലെറ്റിങ് ഇറ്റ് ഗോ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും നിങ്ങൾ ഡിസയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം കൊണ്ടുതരും. എപ്പോഴും ആലോചിക്കുക, ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പവർ, എന്താ പറയുക, നിങ്ങൾ അർഹിക്കുന്നത് കൊണ്ടുതരാനുള്ള പവർ, അത് ഒരിക്കലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക, അതിനെ വിസ്മരിക്കാതിരിക്കുക. അതിനുള്ള പവർ നമ്മുടെ യൂണിവേഴ്സിനുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ ഈ ഒരു ബെയർ മിനിമം നമ്മളുടെ അടുത്ത് വളരെ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ബേസിക് കാര്യമാണ് സ്നേഹം കൊടുക്കുക, സമയം കൊടുക്കുക. അതുപോലും തരാനായിട്ട് കഴിവില്ലാത്ത ഒരാളെ എന്തിനാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? ലെറ്റ് ദം ഗോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. അതിൻ്റെ വഴിക്ക് വിട്. അത് തിരിച്ചു വരികയാണെങ്കിൽ അതെന്നും നിങ്ങളുടെ സ്വന്തമാണ്, അത് നിങ്ങളുടേതാണ്. അല്ല, അത് പോയി എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. ഇത് ഭയങ്കര ഫേമസ് ആയൊരു വേർഡിങ്സ് ആണ്. പക്ഷേ ഞാൻ പറയുകയാണ്, അതിനെ പിടിച്ചു വെക്കാതിരിക്കുക. അത് കയ്യിലിരുന്ന് ആ റിലേഷൻഷിപ്പ് ചത്തുപോകും. പകരം അതിനെ ലെറ്റ് ഇറ്റ് ഗോ. അത് പോട്ടെ. പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ്. തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. അവർ നിങ്ങളടുത്ത് ഭ്രാന്തമായിട്ട് അഡിക്റ്റഡായിട്ട് ഒരിക്കലും നിങ്ങളെ മറക്കാൻ പറ്റാത്ത പോലെ അവർ നിങ്ങളെ സ്നേഹിക്കും. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ ഉണ്ട്. ഞാൻ ഒരാളുടെ കഥ കേട്ട സമയത്ത് ഇതുപോലെ അയാളുടെ സ്റ്റോറി പറയുക. അയാളുടെ വൈഫ്, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഇതുപോലെ ഇയാളുടെ വൈഫിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വാല്യൂ ഇല്ലാതായി. അവൾ കുറേ പുറകെ നടന്നു, കരഞ്ഞു, ഇയാൾക്കൊട്ടും വാല്യൂ ഇല്ലാതായി. അവസാനം അവൾ മടുത്ത് അവൾ ഇട്ടിട്ട് പോയിട്ട് അവൾ വേറൊരാളെ കണ്ടുപിടിച്ചു. അയാളുമായിട്ട് റിലേഷൻഷിപ്പായി.
അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് അവളുടെ വില മനസ്സിലായത്. എന്നിട്ട് ഇയാൾ അവളെ തേടി ചെന്നപ്പോഴത്തേക്കും ഇവൾ അപ്പോഴത്തേക്കും മറ്റൊരാളുടെ കാമുകിയായിരുന്നു. ആ കാമുകനാകട്ടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് ബാസ്കറ്റ് ബോൾ പ്ലെയറും ഭയങ്കര റിച്ചായിട്ടും ഭയങ്കര ഇയാളെക്കാട്ടിലുമൊക്കെ ഒരുപാട് ഹാൻസം ആയിട്ടുള്ള ഉള്ള ഒരാൾ. ഇയാൾക്കാകെ ഇതായിപ്പോയി, അയ്യോ എൻ്റെ ലൈഫിൽ നിന്ന് അവൾ മിസ്സായി പോയല്ലോ എന്ന്. പിന്നീട് ഇയാൾ അവളുടെ പുറകെ നടന്ന് ഇത് വിദേശ രാജ്യത്താട്ടോ, അപ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരാളെ കിട്ടുവാണെങ്കിൽ അങ്ങനെ നല്ല ആളുടെ കൂടെ പോകണം എന്നാണ് ഞാൻ പറയാം. എന്തിനാണ് നമ്മളുടെ വാല്യൂ തിരിച്ചറിയാത്ത ഒരാളെ എന്തിനാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ. പക്ഷേ ഈ കഥയിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അയാൾ നമ്മളുടെ പുറകെ അവളുടെ പുറകെ പോയിപ്പോൾ എനിക്ക് നീളാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവരെത്രയോ വർഷം ഏതോ സ്കൂൾ ടൈം മുതൽ എന്തോ റിലേഷൻഷിപ്പിലായിരുന്നു, എത്രയോ വർഷങ്ങൾ 10-12 വർഷങ്ങളോളം അവർ റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി വന്നിട്ട് ഇയാളുടെ കൂടെ വന്ന് അവർ കല്യാണം കഴിച്ചു. ഇപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതിന് ശേഷം അവളുടെ അടുത്ത് ഞാൻ അത്രയും അഡിക്റ്റഡ് ആണ് എന്നാണ് അവർ പറയുന്നത്. മിക്ക ആൾക്കാരുടെയും റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേജ് ഉണ്ടാവുന്ന സമയത്ത് എപ്പോൾ നിങ്ങൾ വാക്ക് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുന്നോ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളുടേത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് വാല്യൂ ഉണ്ടാകത്തില്ല. ഇപ്പോൾ പാരൻസിൻ്റെ സ്നേഹം പോലും നമ്മൾ അത്രയും വാല്യൂ കൊടുക്കാത്തത്, അത് നമ്മളുടെ സ്നേഹം, അവർക്ക് ഒരിക്കലും സ്നേഹം പോവില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കൽ പാരൻസ് നമ്മളടുത്ത് ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി നോക്കിക്കാം, അപ്പോൾ നമുക്കതിൻ്റെ പെയിൻ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് എല്ലാ റിലേഷൻഷിപ്സും. നമ്മളുടേതല്ല, നമ്മളുടെ കയ്യിൽ നിന്ന് പോകും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തിനോടെ നമുക്ക് വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഒരേ കാര്യം തന്നെ കുറേ തവണ പറയുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വെച്ചല്ല, ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. സെൽഫ് റെസ്പെക്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയിൽ എല്ലാവരും ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഈ ക്യാരക്ടറൊക്കെ കൊണ്ടായിരിക്കും. നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് നിങ്ങൾക്കിതെല്ലാം ഇല്ലാതാകുന്നു, അവർ നിങ്ങളെ വാല്യൂ ചെയ്യാതെയാകും. സോ ഗായ്സ്, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, ഇപ്പം തന്നെ വീഡിയോ കുറേ ആയി. അതായത് വേറെ ചില ആൾക്കാരുണ്ട് നമ്മളെ അടുത്ത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് പോകുന്ന ആൾ. ഇപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ രീതി നമ്മൾ അവോയ്ഡ് ചെയ്യും, നമുക്ക് സമയം തരാതെയും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്കാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ്. ഇനി പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളെ ഭയങ്കരമായിട്ടും ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ പോയ ആൾക്കാരുണ്ടാവും. അതായത് ചില ആൾക്കാർ പറയും, നീ എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുമോ, എനിക്കൊന്ന് രക്ഷപ്പെടണം നിൻ്റെ അടുത്തുനിന്ന്, പ്ലീസ് എന്നെ ഒന്ന് വിളിക്കാതിരിക്കുമോ, എനിക്കിത്തിരി മനസ്സമാധാനം തരുമോ. എൻ്റെ ലൈഫിൽ ഏതോ ഒരു മൂവിക്കകത്ത്, എന്താണ് മൂവിയുടെ പേര് മറന്നു, പക്ഷേ അടിപൊളി മൂവിയായിരുന്നു, മറ്റേ ആസിഫ് അലി രജിഷ വിജയനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിലൊന്ന് പോകുമോ നീ, എനിക്ക് മടുത്തു നിന്നെ, എൻ്റെ ലൈഫിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാകും ഇതിനകത്ത്. അങ്ങനെയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ സ്റ്റേജ് നിങ്ങളെത്തുമ്പം നിങ്ങൾ അവരുടെ അടുത്ത് സംസാരം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 15 ദിവസം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ തിരിച്ച് വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന സമയത്ത് റെസ്പോണ്ടേ ചെയ്യരുത്. ബിക്കോസ് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ്, നമ്മളുടെ എന്താ പറയുക, ഇൻഡിവിജ്വാലിറ്റീനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഒരാൾ നമ്മളുടെ ലൈഫിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, വീണ്ടും അവർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർ അത്രയ്ക്ക് എഫേർട്ട് ഇടണം. വെറും ഒരു കോളോ ഒരു മെസ്സേജോ കൊണ്ട് അവർക്ക് രണ്ടാമത് നമ്മുടെ ലൈഫിൽ റീ എൻട്രി ഇല്ല. വൺസ് യു ആർ ഗോയിങ് ഔട്ട് ഓഫ് മൈ ലൈഫ്, ദാറ്റ് ഈസ് എ എൻഡ്. അതായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ്. അതായത് നീ എൻ്റെ ലൈഫിൽ നിന്ന് നീയായിട്ട് ഇറങ്ങിപ്പോയതാണ്, നീയാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്, നീയാണ് എന്നെ അപമാനിച്ചത്, എൻ്റെ സ്നേഹത്തെയും എൻ്റെ ആത്മാർത്ഥതയും ഇൻസൾട്ട് ചെയ്തതും ചവിട്ടി അരച്ചതും നീയാണ്. ഇനി നിനക്ക് എൻ്റെ ലൈഫിലേക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്നുള്ള മെസ്സേജ് ആയിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പം അവർ 1 തവണ വിളിച്ചെന്നോ 2 തവണ വിളിച്ചെന്നോ 10-15 ദിവസം വിളിച്ചെന്നോ വിചാരിച്ചിട്ട് അവരുടെ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾ അവരോട് കാണിക്കേണ്ടത് നോ കോൺടാക്റ്റ് റൂളാണ്. നോ കോൺടാക്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും കോൺടാക്റ്റ് ചെയ്യാത്ത ഒരു തിയറിയാണത്. ഒരു രീതിയിലുള്ള കോൺടാക്റ്റും അവരുമായിട്ട് ഉണ്ടാവരുത് എന്നാണ്. അങ്ങനെ നോ കോൺടാക്റ്റ് റൂള് ഒരു 21 days to 30 days ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു
എന്താണ് സ്വഭാവവും അവരുടെ എങ്ങനെ പ്രതികരണവും അനുസരിച്ച് അത് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവർ മാനസാന്തരം വന്നു, അവരിനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഈസി ആയിട്ട് ലൈഫിലേക്ക് അവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ അവർ അത്ര വലിയ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ തിരിച്ചെടുക്കാൻ പാടുള്ളൂ. അതായത് ലൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു 1000 തവണ എനിക്ക് എന്നോട് ചെയ്തതിന് സോറി എഴുതിയിട്ട് വാ നോക്കാം എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ തിരിച്ച് ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾ അവരെ ലൈഫിലേക്ക് തിരിച്ചെടുക്കാൻ പാടുള്ളൂ. അവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോയ ആൾക്കാരാണെങ്കിൽ ഒരു 21 ദിവസം വരെയെങ്കിലും അവരുടെ കോൾസും മെസ്സേജും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കണം. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ള എല്ലാ ടെൻഡൻസി ഉണ്ടാവും. അയ്യോ എടുത്തില്ല അവർ പോകുമോ എന്ന് തോന്നും. ഒന്നുമില്ല, അവർ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എന്നേക്കുമായിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നും അവർ ചെയ്ത തെറ്റാണെന്നും അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ ഒരു ടൈമും ഈ ഒരു ആബ്സെൻസും നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ നിങ്ങൾ ഈ നോ കോണ്ടാക്ട് റൂൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ആണെങ്കിൽ നിങ്ങൾ അവർക്ക് ഇത് യൂസ് ചെയ്യുക. ഒരു 21 to 30 ദിവസമാണ് നമ്മളിത് കൊടുക്കുന്നത്, സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. ആ ടൈം പീരീഡിനുള്ള അവർ മാനസാന്തരം വന്ന് വരുവാണെങ്കിൽ അവർ അത്രത്തോളം എഫേർട്ട് ഇട്ട് കരഞ്ഞ് സങ്കടം, ചിലപ്പോൾ 21 ദിവസമൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾ അന്ന് വിഷമിച്ച പോലെ തന്നെ കരഞ്ഞ് കാല് പിടിച്ചൊക്കെ അവർ വരും. അങ്ങനെ വരുവാണെങ്കിൽ അവർക്കൊരു ടാസ്കൊക്കെ കൊടുത്ത് ഇനി ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്, വേണമെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് വരെ നിങ്ങൾക്ക് എഴുതിപ്പിക്കാം. അങ്ങനെ ചെയ്തിട്ട് അത്രയും കഷ്ടപ്പെട്ട് മാത്രം അവർക്ക് തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് കയറാനുള്ള അവസരം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ ഉള്ള വിഷമിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് മാറ്റാനായിട്ട് ഈ ഓവർ തിങ്കിങ് ഒക്കെ മാറ്റാനായിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് മാറ്റാൻ കുറച്ച് വഴികളൊക്കെ പറഞ്ഞുതരാം, അതൊക്കെ ചെയ്യാം. പിന്നെ അവനവൻ്റെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. ഒരാളെ ലൈഫിൻ്റെ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ആക്കരുത്. ആര് ലൈഫിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ലോകത്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ജനിച്ചത് അച്ഛനും അമ്മയായിട്ടാണ്. ഇത്രയും നാൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെ. നാളെ ഒരിക്കൽ അച്ഛനും അമ്മയും മരിച്ചു പോകും എന്ന് വെച്ചിട്ട് നമ്മൾ ലൈഫിൽ ഒന്നും അല്ലാണ്ടായിട്ട് നമ്മൾ പേടിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്നലെ ലൈഫിൽ വന്ന ഒരാൾ. അവർ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിന്നോ അല്ല അവരെ നമ്മളെ അവോയ്ഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ലൈഫിൻ്റെ അവസാനമൊന്നുമല്ല. ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൊണ്ടുതരും. അതുകൊണ്ട് ലാക്ക് മൈൻഡ് സെറ്റ് മാറ്റി വെക്കുക. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞാൽ എന്നാൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ബിഹേവ്, നീ പോയി പണി നോക്ക്, എനിക്ക് എൻ്റെ യൂണിവേഴ്സ് അടിപൊളി ചെറുക്കനെ കൊണ്ടുതരും, അല്ല അടിപൊളി പെങ്കൊച്ചിനെ കൊണ്ടുതരും, സോ നീ പണി നോക്കുന്ന മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് യൂണിവേഴ്സ് തരുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ആൾ തിരിച്ചു വരികയാണെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളുടെ രീതിയിൽ അതിനെ മാനേജ് ചെയ്യും. ഇപ്പോൾ തന്നെ കുറേ ടൈമായി, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ബട്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കും. എനിക്ക് നല്ലൊരു പാർട്ട്ണർ, ഇങ്ങനെ ഒരു നല്ല പാർട്ട്ണറിനെ എനിക്കും കിട്ടും എന്നുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.